ദൃശ്യ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകുന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും മുന്നണികൾക്കുള്ളിൽ അതൃപ്തിയും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് നമുക്ക് പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത്. കോഴിക്കോട് മേഖലകളിലേക്ക് വന്നാൽ ഈ വിമതശല്യം അത് എത്രത്തോളം ഭീഷണിയാണ് മുന്നണികൾക്ക്? അമൃത, ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലാണുള്ളത്. ഇന്നലെ 6284 പേരാണ് ഇന്നലെ വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതെങ്കിൽ ഇന്നിപ്പോൾ 3 മണി വരെയാണ് സമയം അനുവദിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷവും ഒരുപാട് ആളുകൾ ഇനിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പുറത്ത് കാത്തിരിക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണുന്നത്. ഈ അമൃത ചോദിച്ച പോലെ കോഴിക്കോടിനെ സംബന്ധിച്ച് ഇത്തവണ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ ഇടം നേടിയത് ഇത്തരത്തിൽ ഈ വിമതരുടെ നീക്കവും ഇതുകൂടാതെ തന്നെ പാർട്ടി സീറ്റിനെ തുടർന്നുള്ള തർക്കവും ഒക്കെ തന്നെയായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ അലട്ടിയത് UDF തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം UDF ലീഗിനകത്തുള്ള ചർച്ചകളും അതിനുശേഷം UDF കോൺഗ്രസിനകത്തുള്ള സീറ്റ് തർക്കവും ഒക്കെ തന്നെ ഈ ഒരുപാട് വിഷയമാവുകയും ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ അവിടെ നിന്ന് UDF നിന്ന് രാജിവെച്ച് പുറത്തേക്ക് വരുന്നൊരു കാഴ്ചയടക്കം ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ എടുത്തു പറയേണ്ടത് ഇന്ന് ഈ കാരശ്ശേരിയിൽ 4 വിമതരാണ് UDF എതിരെ ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച ഷുഹൈബിനെതിരെയാണ് 4 പ്രമുഖരായ 4 DCC അംഗം അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ കോൺഗ്രസിനകത്ത് UDF തന്നെ ഇത്തരത്തിൽ വിമതരുടെ നീക്കവും സീറ്റ് തർക്കവും ഒക്കെ ഉയർന്നു വരുന്നൊരു കാഴ്ച കോഴിക്കോട് കോർപ്പറേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും, കോഴിക്കോട് ജില്ലയിൽ കാണാൻ സാധിക്കും. ഇത്തവണ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് കോൺഗ്രസ് മത്സര രംഗത്ത് ഇറങ്ങിയതെങ്കിലും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ VM വിനുവിനെയായിരുന്നു ഇവർ മുൻനിർത്തിയിരുന്നത്. എന്നാൽ ഇതിനുശേഷം വോട്ടർ പട്ടികയിൽ പേരില്ലാതെ VM വിനുവിനെ പുറത്തേക്ക് പോകേണ്ടി വരുന്നൊരു കാഴ്ച, അതിനുശേഷം മറ്റൊരു സ്ഥാനാർത്ഥിയെ അവസാന ഘട്ടത്തിൽ ഈ കോൺഗ്രസിന് കണ്ടുപിടിക്കേണ്ടി വരുന്നൊരു കാഴ്ച, ഇതൊക്കെയായിരുന്നു കോഴിക്കോടിനെ സംബന്ധിച്ച് എടുത്തു പറയാനുണ്ടായിരുന്നത്. ഇതുകൂടാതെ തന്നെ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെ ബിന്ദു എന്നൊരു സ്ഥാനാർത്ഥിയെ ഈ UDF മാറ്റി പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് കണ്ടെത്തേണ്ടി വരുന്നു. അത്തരത്തിൽ നിരവധി അവസാന ഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥികളെ മാറ്റേണ്ടി വരുന്ന അവസ്ഥയടക്കം കോൺഗ്രസിനുണ്ടായിരുന്നു. വിമതരുടെ ശല്യവും ഇതുപോലെ തന്നെ ഈ 3 മുന്നണികളിലും കോൺഗ്രസിലായാലും UDF ഈ LDF അല്ലെങ്കിൽ BJP ആയാലും അടക്കം ഈ വിമതരുടെ ശല്യവും ഇതുപോലെ തന്നെ കൂടുതലായി ഇത്തരത്തിൽ വിമതരുടെ നീക്കവും പാർട്ടിക്കകത്തും പുറത്തും ഒരുപാട് ഉള്ള ഈ ഒരു സ്ഥലം തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. വലിയൊരു ശക്തമായ ഒരു മത്സരം കാത്തിരുന്നൊരു സ്ഥലത്ത് കോൺഗ്രസിന് ഒരു വലിയൊരു തിരിച്ചടി എന്നുള്ള രീതിയിൽ ഇത്തവണ LDF വേണ്ടിയാണ് മത്സരരംഗത്തുള്ളത്. ഈ UDF നിന്ന് രാജിവെച്ച് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് LDF ഭാഗമായി ചേർന്ന റംല അല്പസമയം മുൻപാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച. അത്തരത്തിൽ ഈ ഗ്രൂപ്പ് വഴക്ക് അല്ലെങ്കിൽ സീറ്റ് തർക്കത്തെ തുടർന്ന് മാറി UDF നിന്ന് മാറി LDF എത്തിയവർ, അങ്ങനെ അത്തരത്തിൽ പാർട്ടി മാറിയ ഒരുപാട് ആളുകളും കോഴിക്കോട് കോർപ്പറേഷനിൽ നിരവധിയായി ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു കാഴ്ചയായിരുന്നു കോഴിക്കോടിനെ സംബന്ധിച്ച്. ഇപ്പോൾ ഇന്ന് 3 മണി വരെ ആയിരുന്നല്ലോ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന സമയമെന്ന് പറയുന്നത്. ഇപ്പോഴും അവിടെ നടപടിക്രമങ്ങൾ നടക്കുകയാണോ? തീർച്ചയായും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇനിയും ഒരുപാട് ആളുകൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പുറത്ത് കാത്തിരിക്കുന്നൊരവസ്ഥ. ഈ ഒരു 3 മണി വരെയാണ് സമയം അനുവദിച്ചിരുന്നത്. ഇന്നലെ 6284 പേരാണ് ഇന്നലെ വരെ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഒട്ടാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇനിയും കൂടുതൽ ആളുകൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാവിലെ മുതൽ തന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ രാവിലെ മുതൽ കാത്തിരിക്കുന്ന ആളുകളാണ്. അത്തരത്തിൽ ഒരുപാട് ആളുകൾ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ കാത്തിരിക്കുന്നുണ്ട്. മറ്റിടങ്ങളിലും ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രമുഖരൊക്കെ തന്നെ ഇന്ന് രാവിലെയൊക്കെ ആയിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. LDF മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന മുസാഫർ, അതുകൂടാതെ തന്നെ ഈ കോൺഗ്രസിന്റെ PM നിയാസ്, ഈ അത്തരത്തിൽ ഫാത്തിമ തഹ്ലിയ, അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ, ശോഭിത അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇന്ന് അവസാന ഘട്ടമായ ഇന്നായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അത്തരത്തിൽ ഒരുപാട് പ്രമുഖർ ഇന്ന് കോഴിക്കോട് കോർപ്പറേഷനിലും ഈ കളക്ടറേറ്റിലും ഒക്കെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇനിയും ഒരുപാട് ആളുകൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവരൊക്കെ തന്നെ ഇതിനായി കാത്തിരിക്കുന്ന ആളുകളാണ്. ഒരുപാട് പേർ മത്സര രംഗത്തുണ്ട്. ഇവർ വിമതരായും ഗ്രൂപ്പ് തർക്കത്തിൽ നിന്ന് മാറി ഗ്രൂപ്പ് തർക്കം മൂലം സീറ്റ് തർക്കം മൂലം മാറി മറ്റ് ഇടങ്ങളിലേക്ക് മാറിയ ആളുകളായാലും അത്തരത്തിൽ ഒരുപാട് ആളുകളാണ് ഇനിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കാത്തിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട് ഇന്ന് വൈകുന്നേരത്തോടെ ചിത്രം തെളിയും. ഇത്രയും ദിവസം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ആയി മാറിയ ഒരു സ്ഥലത്ത് നാളെ മുതൽ കൃത്യമായി പ്രചാരണത്തിന് മുന്നണികളൊക്കെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ
സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഈ പ്രചരണവുമായി നാളെ രാവിലെ മുതൽ തന്നെ പ്രചരണ രംഗത്തുണ്ടാവും. അമൃത.